നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് മറഞ്ഞുപോയ ഗീവർഗീസ് സഹദ ഇന്നും നമുക്ക് സമീപസ്ഥനായി, നമുക്ക് പ്രിയപ്പെട്ടവനായി നമ്മളോടൊപ്പമായിരിക്കുന്നുവെന്ന് അനുഭവത്തിലൂടെ നാം തിരിച്ചറിയുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയവും ധ്യാനിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ ഒരു മഹത്വത്തിന് അദ്ദേഹം പാത്രീഭൂതനായി തീരുകയാണ്. ഇന്ന് വായിച്ചു കേട്ട ശ്ലീഹായിൽ രണ്ടിടത്തും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കഴിയുകയില്ല. പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു, ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വാസത്താൽ നാം അറിയുന്നു. വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു ദീർഘമായ വായനയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ദൃശ്യമായതിനാണ് പലപ്പോഴും പ്രാധാന്യം നൽകുന്നത്. കാണുന്ന കാര്യങ്ങളാണ് യാഥാർത്ഥ്യമെന്ന് കരുതി അതിൻ്റെ പുറകെ പരാക്രമം നടത്തുന്ന ഒരു വലിയ സമൂഹമാണ് നമ്മൾ. എന്നാൽ കാണാത്ത കാര്യങ്ങൾ നമ്മുടെ ദൃഷ്ടിക്ക് മറഞ്ഞിരിക്കുന്നത് പലതും യാഥാർത്ഥ്യമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഗീവർഗീസ് സഹദ 3-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ടിനിടയിൽ അതിദാരുണമായി വധിക്കപ്പെട്ട ഒരു സഹദായാണ്. ആ സഹദായുടെ ദാരുണ മരണം ഇന്ന് നമ്മുടെ ദൃഷ്ടിയിൽ ഒന്നുമില്ല. അദ്ദേഹത്തെ കാണുന്നത് വളരെ സുന്ദരനായ ഗീവർഗീസ് സഹദായാണ്. അതിലും ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ളൊരു കുതിരപ്പുറത്തിരിക്കുന്നതാണ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ. എന്നാൽ തൻ്റെ ശരീരത്തെ ഒരു കീറത്തുണി പോലെ പിച്ച് ചീന്തി തൻ്റെ രക്തത്തിൻ്റെ അവസാന തുള്ളി വരെയും ഒഴുക്കി അങ്ങനെ ദാരുണമായ ഒരു മരണം സിദ്ധിച്ച ഒരു വ്യക്തിയാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം അദ്ദേഹം ജീവിച്ച രാജ്യങ്ങൾക്ക് എത്രയോ കാലം അകലെയുള്ള ഓരോ ദേവാലയങ്ങളിലും ആദരവോടെ അദ്ദേഹത്തെ സ്മരിക്കുകയും ആ സ്മരണയിൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. ഇത് വലിയൊരു അത്ഭുതമാണ്. അന്ന് കണ്ടവർ അതിദാരുണമായ മരണം മാത്രമേ കണ്ടുള്ളൂ. എന്നാൽ അതിനപ്പുറത്തുള്ള ശ്രേഷ്ഠമായ ഒരു അനുഭവം ഇന്ന് വിശ്വാസത്തിലൂടെ നമ്മൾ അനുഭവിച്ചറിയുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ വിധത്തിലുള്ള മരണം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ കാണുന്നത് നമ്മുടെ കർത്താവിൻ്റെ കുരിശുമരണമാണ്. അവൻ ഈ ലോകത്തിലേക്ക് വന്നത് ഈ കുരിശിന്മേൽ നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് അതിദാരുണമായി വധിക്കപ്പെടുവാനാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ കുറവുള്ളത് പൂരിപ്പിക്കുന്ന വലിയ ഭാഗ്യം ലഭിച്ചവരാണ് ഗീവർഗീസ് സഹദായാലും സ്തേഫാനോസ് സഹദായാലും മറ്റ് സഹദന്മാരെല്ലാവരും. അത് അസുലഭമായൊരു ഭാഗ്യമാണ്. ദൃശ്യമായി അത് അപമാനകരമായി, ദുഃഖകരമായി, വേദനാജനകമായിട്ട് തോന്നിയാലും അത് ഏറ്റവും അനുഗ്രഹകരമായി മാറുന്നു എന്നുള്ളത് ഈ ലോകത്തിൻ്റെ ഗതിയിൽ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കർത്താവിനെ കുരിശിക്കുവാനായിട്ട് കൊണ്ടുപോകുന്ന അവസരത്തിൽ ആ കുരിശ് ചുമക്കുവാൻ സഹായിക്കുവാൻ വയലിലെ ജോലി കഴിഞ്ഞെല്ലാം ക്ഷീണിതനായി വന്ന കുറേനക്കാരനായ ശീമോനെ അവൻ്റെ തോളിലെടുത്ത് വെച്ചു. വേണേ അവൻ ഓടിപ്പോകാമായിരുന്നു, അവനത് നിരസിക്കാമായിരുന്നു. വളരെ അപമാനകരമായ ഒരു ഭാരമാണ്. കാരണം രാജ്യദ്രോഹത്തിന് വധിക്കപ്പെടുവാൻ കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് ഇതിൽ പരം ഒരു അപമാനം ഉണ്ടാകാനില്ല. എന്നാൽ തൽക്കാലത്തെ ആ വേദനയും ഭാരവും എല്ലാം അവൻ സഹിച്ചപ്പോൾ, പുതിയ നിയമത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ പേരല്ല പറയുന്നത്, മക്കളുടെ പേരാണ് പറയുന്നത്.
റൂഫോസിൻ്റെയും അലക്സണ്ടറിൻ്റെയും പിതാവായ കുറേനക്കാരനായ ശീമോൻ. ആ കുടുംബമെല്ലാം അഡ്രസ്സില്ലാതെ തന്നെ എല്ലാവരും അറിയത്തക്ക വിധത്തിൽ ഉയർന്നിരിക്കുന്നു. ആ കർത്താവിൻ്റെ പരമയാഗത്തിന് ഒരു കൈ സഹായം നൽകുവാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധന്മാരുടെ ഓർമ്മയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ അവരുടെ ഓർമ്മ അനുഗ്രഹകരമായി തീരുന്നത് അവരുടെ ജീവിതത്തിൻ്റെ സമർപ്പണത്തിലൂടെയാണ്. അത് ഈ ലോകത്തിന് കാണുന്നതല്ല, കാണാത്ത ചില യാഥാർത്ഥ്യങ്ങളാണ്. കാണാത്ത ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ, അതിൻ്റെ മെമ്മറിയിൽ ലക്ഷക്കണക്കിന് ആളുകളെ ഡിസ്റ്റിങ്യൂഷ്ഡായിട്ട് അതിൻ്റെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരിക്കലൊന്ന് കണ്ടാൽ അവൻ കള്ളനാണോ വീട്ടുകാരനാണോ അക്രമിയാണോ എന്നുള്ളത് മുഖത്ത് നോക്കിയോ ആധാർ കാർഡ് നോക്കിയോ ഒന്നുമല്ല അത് കണ്ടുപിടിക്കുന്നത്. അത് മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ട്. ഒരു സാധാരണ മൃഗമാണ്, പക്ഷേ അതിൻ്റെ മെമ്മറി അത്ര ശക്തമാണ്. ആനയ്ക്കാണ് ഏറ്റവും കൂടുതൽ മെമ്മറി ഉള്ളത്. അത് മറക്കുവാൻ അതിന് കഴിയുകയില്ല, കാരണം അത് മെമ്മറിയിലേക്ക് കയറ്റിയാൽ അതവിടെ കിടക്കും. നമ്മളൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെയൊക്കെ മെമ്മറി എന്ന് പറയുന്നത് വളരെ ഹ്രസ്വമാണ്. ഒരു 3 തലമുറയ്ക്ക് അപ്പുറത്തുള്ള ജീവിച്ചിരുന്ന ആരെയെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഒന്ന് ശാന്തമായി ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. വല്യപ്പൻ്റെ അപ്പൻ്റെ പേര് അറിയാവുന്നവർ എത്ര പേരുണ്ട്? അല്ലെങ്കിൽ അതേപോലെ വലിയ പ്രശസ്തരോ വല്ലോ ആണെങ്കിൽ ഒരുപക്ഷെ ഓർത്തെന്നിരിക്കും. കാരണം അത്രയ്ക്ക് ഹ്രസ്വമാണ് നമ്മുടെ ഓർമ്മ എന്ന് പറയുന്നത്. അത് താഴോട്ട് ഒരു 3 തലമുറ, ഇങ്ങനെ ഒരു 6 തലമുറയ്ക്കുള്ളിൽ ജീവിച്ച് മറഞ്ഞു പോകുന്ന മനുഷ്യരെ, തലമുറകൾക്ക് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ച ഒരു വ്യക്തിയെ ഇന്നും സമീപസ്ഥനായി ഗീവർഗീസ് സഹദായെ എത്ര ആദരവോടുകൂടിയാണ് ദേവാലയങ്ങളിലും കുരിശുംതൊട്ടികളിലും ഭവനങ്ങളിലും ഒക്കെ ബഹുമാനിക്കുന്നത്. ആ ഓർമ്മ ദൈവം കൊടുക്കുന്ന ഓർമ്മയാണ്. ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഓർമ്മയും മഹത്വവുമാണ്. ഒരു നീതിമാനെ നീതിമാനെന്ന നിലയിൽ കൈക്കൊള്ളുന്നവന് നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞതുപോലെ ദൈവം കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ്. തനിക്ക് വേണ്ടി തൻ്റെ ജീവനെ അവസാന ശ്വാസം വരെ സമർപ്പിക്കുവാനുള്ള ത്യാഗനിഷ്ഠയും സമർപ്പണവും ധീരതയും കാണിച്ചു എന്നുള്ളത്. പ്രത്യേകിച്ച് വിശുദ്ധന്മാരെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ പരിമളത്തെക്കുറിച്ചാണ്. പരിമളധൂപം എന്ന് അവരെ ഓർക്കും. അവരുടെ മധുര പരിമളം, ആ സുഗന്ധം, അത് പരിമിതിയോ പരിധിയോ ഇല്ലാത്തതാണ്. നമ്മളിപ്പോഴടിക്കുന്ന സെൻ്റായാലും അത്തറായാലും അതെല്ലാം ഷെയ്ഡായി പോകുന്നതാണ്. എന്നാൽ ദൈവം തരുന്ന പരിമളം അത് എല്ലാവരുടെയും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നതാണ്. അത് ആർക്കും ലിമിറ്റ് ചെയ്യുന്ന ഒന്നല്ല. എല്ലാവർക്കുമായി അവൻ പരിമളവാസനയായി തീരുകയാണ്. ഓരോ പ്രാവശ്യം ഇടിക്കുമ്പോൾ ഒരു മാവ് അമ്മമാർക്കറിയാം അതെത്രമാത്രം മർദ്ദിക്കുന്നുവോ അത്രമാത്രം അത് മാർദ്ദവമുള്ളതും അനുഗ്രഹപ്രദവുമാകും. വലിയ വലിയ സാധനങ്ങൾ എടുക്കണമെങ്കിൽ ചെമ്പോ വെള്ളിയോ കല്ലോ ഒക്കെ ആണെങ്കിലും അനേകം പ്രാവശ്യം അതിനെ മർദ്ദിച്ച് കൊത്തി രൂപപ്പെടുത്തുമ്പോൾ മനോഹരമായ ശില്പവും മനോഹരമായ പ്യുവറായിട്ടുള്ള ഗോൾഡ്, സ്വർണ്ണം ഉരുക്കി അത് തങ്കമായി മാറുന്നത്. അതുപോലെയാണ് മനുഷ്യജീവിതത്തിൽ ഈ പീഡനങ്ങളെല്ലാം സഹിച്ച് ഒരു പരിമളവാസനയായി ഭവിപ്പാൻ ഗീവർഗീസ് സഹദായിക്ക് ഭാഗ്യം ലഭിച്ചു. ആ പരിമളവാസനയാണ് ഇന്നും നമ്മൾ അനുഭവിക്കുന്നത്, അറിയുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ പെരുന്നാളുകളെല്ലാം നമ്മുടെ കൈവിട്ടു പോകുന്ന ഒരു രീതിയാണ്. അലങ്കാരങ്ങളിൽ പ്രിയമുള്ളവർ അലങ്കാരങ്ങളുടെ ഗാംഭീര്യം കാണുമ്പോൾ പെരുന്നാൾ ഗംഭീരമാണെന്ന് പറയും. ഭക്ഷണത്തിന് താല്പര്യമുള്ളവർ നേർച്ചയെല്ലാം അനേകർ വന്ന് വാങ്ങുമ്പോൾ പെരുന്നാൾ ഗംഭീരമാണെന്ന് പറയും. പ്രകാശവും ശബ്ദവുമൊക്കെ അതിൽ താല്പര്യമുള്ളവർ ലോകം മുഴുവനും മൈക്ക് വെച്ച് കെട്ടി എല്ലായിടത്തും പ്രകാശം കൊണ്ട് നിറയ്ക്കുമ്പോൾ പെരുന്നാൾ ഗംഭീരമാണെന്ന് പറയും. എന്നാൽ യഥാർത്ഥത്തിൽ പെരുന്നാൾ ഗംഭീരമാകുന്നത്
ഗീവർഗീസ് സഹദായെ പോലെ നമ്മുടെ ജീവിതത്തെ ഒരു പരിമളവാസനയായി സമർപ്പിക്കുവാൻ കഴിയുമ്പോഴാണ്. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ പൂർവികരുടെ അനുഗ്രഹം കൂടെ നമ്മളിലേക്ക് വരുന്നുണ്ട്. ഇന്ന് വായിച്ച വേദഭാഗത്ത് പറയുന്നുണ്ട്, ആരോ ഒരാൾ വിതച്ചു, ആ വിതച്ചതിൻ്റെ അധ്വാന ഫലം കൊയ്യുവാനായിട്ട് നിങ്ങളെ അയച്ചിരിക്കുകയാണ്. നമ്മുടെ പൂർവികർ അനുഭവിച്ച ദൈവകൃപ, അവരുടെ കഷ്ടപ്പാടുകളിൽ അവർ സ്വീകരിച്ച അനുഗ്രഹം, അത് മക്കളിലും കൊച്ചുമക്കളിൽ കൂടെയാണ് അത് പ്രകടമാകുന്നത്. ഇവിടെ നമുക്ക് ഈ നൽവരങ്ങളെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുവാനുള്ളൊരു വലിയ നിയോഗമാണ്. നമ്മൾ അനുഭവിക്കുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, ദൈവ അനുഭവങ്ങൾ ഒന്നോ രണ്ടോ തലമുറ കഴിയുമ്പോഴാണ് അത് പ്രകടമായി വരുന്നത്. പക്ഷേ പല ഇടത്തും ആളുകളില്ലാതെ ശുഷ്കമായി തലമുറകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണ്. ഈ അനുഗ്രഹമാണ് അടുത്ത തലമുറയെ അനുഗ്രഹീതമാക്കി തീർക്കേണ്ടത്. ബാഹ്യമായ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാം, അതെല്ലാം നേട്ടമായി അനുഗ്രഹമായി നമുക്ക് കരുതാം. എന്നാൽ ഈ കണ്ണ് കണ്ടിട്ടില്ലാത്ത വലിയൊരു അനുഗ്രഹം, അത് ദൈവം തരുന്ന ഒരനുഗ്രഹമാണ്. അത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുവാനായിട്ടുള്ളൊരു സമർപ്പണമാണ് ഈ പെരുന്നാളിൽ നമുക്കുണ്ടാകേണ്ടത്. പണ്ട് ഗീവർഗീസ് സഹദായുടെ പെരുന്നാളിൽ അമ്മമാർ അപ്പം നേർച്ചയായി നേർന്നു കഴിഞ്ഞാൽ രാവിലെ എണ്ണീച്ച് ഉപ്പ് നോക്കാതെയാണ് ആ അപ്പം ഉണ്ടാകുന്നത്. ഉപ്പ് നോക്കി ഉണ്ടാക്കുന്ന അപ്പത്തേക്കാൾ ഉപ്പ് നോക്കാതെ ഉണ്ടാക്കുന്ന അപ്പം മാർദ്ദവും രുചികരവുമാണ്. അതൊരു സമർപ്പണമാണ്. പിള്ളേരാരെങ്കിലും ചെന്നാൽ ഉടനെ ചട്ടുകം വെച്ച് അടി കിട്ടും. അങ്ങനെയുള്ള ഒരു സമർപ്പണം ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു അനുഗ്രഹം പൂർവികരിൽ നിന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വീടുകളിൽ ക്ഷുദ്രജീവികളുടെയും ഉറുമ്പിൻ്റെയൊക്കെ ശല്യമുണ്ടാകുമ്പോൾ അന്നത്തെ അമ്മമാർ വിളക്കിൽ എണ്ണ കൊണ്ടൊഴിക്കും. ഇന്നത്തെ തലമുറയോട് ചോദിച്ചാൽ പറയും, DDT ഇട്ടാൽ പോരായോ അമ്മച്ചി. DDT നമ്മുടെ വായിലും മൂക്കിലും ഒക്കെ കയറും. പക്ഷേ അമ്മച്ചിയുടെ ഒരു വിശ്വാസം തലമുറയായി ലഭിക്കുന്ന ഒന്നാണ്. നമ്മുടെ ദൃശ്യമായ ലോകത്തിൽ കാണുന്നതല്ലാതെ ഒരുപാട് അനുഗ്രഹത്തിൻ്റെ ഒഴുക്കുകളുണ്ട്. അത് നമ്മുടെ മനോഭാവത്തിലൂടെ, നമ്മുടെ സമർപ്പണത്തിലൂടെ, നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയിലൂടെ ആർജിക്കുന്ന ഒന്നാണ്. അതിന് ബാഹ്യമായ ഒരു അടയാളവും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പെരുന്നാൾ അനുഗ്രഹകരമായി തീരുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കേണ്ട സന്ദർഭമാണ്. ഒരുപാട് ചടങ്ങുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ശബ്ദമാനമായ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പെരുന്നാളുകൾ ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ്. എന്നാൽ അതിൽ യഥാർത്ഥത്തിൽ വരേണ്ടത് ഹൃദയങ്ങളെ കീറി ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനായിട്ട്, ദൈവമേ ആ പരിമളവാസന അനുഭവവേദ്യമായി തീരുവാൻ, എൻ്റെ ജീവിതവും അതുപോലെ ഒരു പരിമളം അല്പമെങ്കിലുമായി തീരുവാൻ ഈ വർഷത്തെ പെരുന്നാളിന് എനിക്ക് സാധിക്കണമേ എന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുവാൻ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ആ മഹാഭാഗ്യം, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തലമുറകൾ എത്രയോ കഴിഞ്ഞിട്ടും ഗീവർഗീസ് സഹദാ നമുക്ക് സമീപസ്ഥനാണ്. ഗീവർഗീസ് സഹദാ നമുക്ക് പരിചിതനാണ്. ഗീവർഗീസ് സഹദാ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് ദൈവം കൊടുക്കുന്ന ഒരോർമ്മയാണ്. ആ ഓർമ്മ നമുക്കും കരഗതമാകുവാനുള്ള അവസരമുണ്ട്. അതിനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ. ഈ പെരുന്നാൾ ആഘോഷങ്ങളിലൂടെ ഹൃദയങ്ങളെ കീറി അനുതാപത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ നമ്മുടെ പൂർവികരുടെ അനുഗ്രഹം നമ്മളിലൂടെ അടുത്ത തലമുറയെ അനുഗ്രഹമാക്കുവാൻ, ഐശ്വര്യമുള്ളതാക്കുവാൻ, സമർപ്പിതരാക്കുവാൻ ഈ പെരുന്നാൾ നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗീവർഗീസ് സഹദാ ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു. പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ സജീവ സാന്നിധ്യമുള്ള അനുഗ്രഹമുള്ളൊരു ദേവാലയമാണ്. അവിടെ നടക്കുന്ന ഈ പെരുന്നാളിൻ്റെ എല്ലാ ചടങ്ങുകളും ആർക്കു വേണ്ടി ഗീവർഗീസ് സഹദാ തൻ്റെ ജീവനെ വെടിഞ്ഞുവോ ആ കർത്താവിൻ്റെ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.